അതിഭൗതിക ഘട്ടം അഥവാ മെറ്റഫിസിക്കൽ സ്റ്റേജ്. സാമൂഹിക പുരോഗതിയുടെ രണ്ടാമത്തെ ഘട്ടത്തിൽ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാൻ പര്യാപ്തമായ രീതിയിൽ മനുഷ്യചിന്തയിൽ മാറ്റങ്ങളുണ്ടായി. ഏകദൈവ വിശ്വാസം ഒന്നിലധികം പ്രകൃതി ശക്തികളെ വിശദീകരിക്കുന്നതിന് പര്യാപ്തമല്ലെന്ന് വന്നു. അതുപോലെ തന്നെ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിക്ക് കാരണക്കാരനായ ദൈവം തന്നെ പ്രകൃതിയിൽ നാശങ്ങൾ സൃഷ്ടിക്കുന്നതിനും കാരണമാകുമോ എന്ന ചോദ്യം മനുഷ്യ മനസ്സിൽ ഉടലെടുത്തു. അന്നു മുതൽക്കാണ് ദൈവസങ്കല്പങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയത്. ഒരേ ദൈവം തന്നെ സൃഷ്ടിയും സംഹാരവും നടത്തുന്ന അവസ്ഥ അംഗീകരിക്കുവാൻ ചിലരെങ്കിലും വിസമ്മതിച്ചതെന്നാവണം അദൃശ്യവും പ്രപഞ്ചത്തെ മൊത്തം നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു ശക്തിയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ ഉടലെടുത്തത്. അതിഭൗതിക ചിന്തകൾ നിയതമായ രൂപത്തോടുകൂടിയ ദൈവസങ്കല്പങ്ങളെ നിരാകരിക്കുന്നു. അതിഭൗതിക ഘട്ടത്തിലെ സാമൂഹിക ഘടന ദൈവശാസ്ത്ര ഘട്ടത്തിലെ സാമൂഹിക ഘടനയിൽ നിന്നും വ്യത്യസ്തമാണ്. ദൈവികമായ അധികാരങ്ങൾ ഉണ്ടെന്ന് അവകാശപ്പെട്ടിരുന്ന ഭരണകർത്താക്കളെ ചോദ്യം ചെയ്യുവാൻ തക്കവണ്ണം മനുഷ്യൻ്റെ സാമൂഹിക ബോധത്തിലും മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങി. യുക്തിചിന്തയുടെ വികാസം ഏകാധിപതികളുടെ പരമാധികാരം ഇല്ലാതാക്കുന്നതിനും അധികാര വികേന്ദ്രീകരണത്തിനും പ്രായണ ജനാധിപത്യ വ്യവസ്ഥിതി നിലവിൽ വരുന്നതിനും കാരണമായി തീർന്നു. മാനവ പുരോഗതിയുടെ രണ്ടാം ഘട്ടത്തിൽ യുക്തിചിന്തയ്ക്ക് പ്രാമുഖ്യം ലഭിച്ചു തുടങ്ങി. ഈ ഘട്ടങ്ങളിലും വികാരങ്ങൾ, സങ്കല്പങ്ങൾ, അനുമാനങ്ങൾ, ഊഹാപോഹങ്ങൾ എന്നിവയുടെ സ്വാധീനം നിലനിന്നിരുന്നു. മനുഷ്യൻ തൻ്റെ ചുറ്റുപാടുകളെക്കുറിച്ചും പ്രകൃതി പ്രതിഭാസങ്ങളെക്കുറിച്ചും കൂടുതൽ നിരീക്ഷണങ്ങളിൽ ഏർപ്പെടുകയും ഏറ്റവും പരമമായത് എന്ത് എന്ന് കണ്ടെത്തുവാൻ പരിശ്രമിക്കുകയും ചെയ്തു. സഹകരണത്തിൽ അധിഷ്ഠിതമായ ഒരു സാമൂഹിക ക്രമം രൂപം കൊണ്ടത് ഈ ഘട്ടത്തിലാണ്. മധ്യകാലഘട്ടത്തെ സൂചിപ്പിക്കുന്ന ഈ ദശയിലും പൗരോഹിത്യത്തിൻ്റെ മേധാവിത്വം വളരെ പ്രകടമാണ്. കോംതെയുടെ സമൂഹത്തിൻ്റെ വളർച്ചയെ വിശദീകരിക്കുന്നതിൻ്റെ മൂന്നാമത്തെ ഘട്ടം വാസ്തവികതാ ഘട്ടം അഥവാ പോസിറ്റീവ് സ്റ്റേജ് എന്നുള്ളതാണ്. മനുഷ്യ സമൂഹം കൂടുതൽ വൈവിധ്യപൂർണമായത് വ്യാവസായികവും ശാസ്ത്രീയമായ വളർച്ച നേടിയത് മുതൽക്കാണ്. ഈ ഘട്ടത്തിൽ ഭൗതിക യാഥാർത്ഥ്യങ്ങൾ വിശദീകരിക്കുവാൻ കേവലം തോന്നലുകളിലോ വികാരങ്ങളിലോ സങ്കല്പങ്ങളിലോ അനുമാനങ്ങളിലോ ഊന്നിയ ചിന്തകൾ മതിയാകാതെ വന്നു. സാങ്കേതികവിദ്യയിലും സാമ്പത്തികവും രാഷ്ട്രീയവുമായ മണ്ഡലങ്ങളിലും വമ്പിച്ച മാറ്റങ്ങളാണ് ആധുനിക കാലഘട്ടത്തിൽ ഉണ്ടായത്. ഇതുമൂലം ഉളവായ സാമൂഹിക പ്രശ്നങ്ങൾക്കുള്ള പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുവാൻ ഒരു പുതിയ ചിന്താധാര തന്നെ ആവശ്യമായി വന്നു. മനുഷ്യ ചിന്തയിലെയും സാമൂഹിക പുരോഗതിയിലെയും മൂന്നാമത്തെ ഘട്ടമായ വാസ്തവികത വാദം ഉദയം ചെയ്തത് ഈ അവസരത്തിലാണ്. അതിഭൗതിക വാദത്തിൻ്റെ അടിത്തറ ഊഹാപോഹങ്ങളും സങ്കല്പങ്ങളുമാണ്. സങ്കല്പങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള അറിവുകൾ പരിശോധിക്കാനോ പരിശോധനകൾക്ക് വിധേയമാക്കുവാനോ കഴിയുകയില്ല. പരമ്പരാഗതമായി ലഭിച്ച അറിവുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കി തുടങ്ങിയതു മൂലമാണ് ശാസ്ത്രീയ ചിന്തകൾ ഉടലെടുക്കുന്നത്. വസ്തുതകളെ ആസ്പദമാക്കിയുള്ള അറിവുകളാണ് വാസ്തവിക ഘട്ടത്തിന് യോജിച്ചത്. നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളുമാണ് ശാസ്ത്രീയമായ വാദത്തിൻ്റെ അടിത്തറ. വാസ്തവികവാദത്തിൻ്റെ ഘട്ടത്തിൽ മനുഷ്യൻ ഭൗതിക യാഥാർത്ഥ്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് തൻ്റെ ചിന്തകളെ വികസിപ്പിച്ചത്. പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ ആയിരിക്കണം മനുഷ്യൻ തൻ്റെ അറിവുകളെ പൂർണ്ണതയിലെത്തിക്കേണ്ടത് എന്നാണ് വാസ്തവികതാവാദത്തിൻ്റെ അടിസ്ഥാനം. സാമൂഹിക ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലുമുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമവും പൂർണ്ണവുമാകണമെങ്കിൽ അവ തികച്ചും വസ്തുതാപരമായിരിക്കണം. നമ്മുടെ അനുഭവങ്ങൾക്കൊപ്പം നമ്മളുടെ അനുഭവങ്ങളുടെ അപ്പുറത്തേക്ക് കടന്നു ചെല്ലാനുള്ള ലോകവീക്ഷണം വസ്തുതാപരമല്ല. അപ്പോൾ എല്ലാ അറിവും അറിവല്ല, ശാസ്ത്രീയമായ അറിവാണ് ശരിയായ അറിവ് എന്ന തലത്തിലേക്ക് കൂടുതൽ ശാസ്ത്രീയമായ പഠന രീതികളും മറ്റും രൂപം കൊണ്ടുവന്നതും സമൂഹം കൂടുതൽ പുരോഗതി കൈവരിച്ചതും മൂന്നാമത്തെ ഘട്ടമായ ശാസ്ത്രീയ ഘട്ടത്തിലാണ് എന്നാണ് അഗസ്ത്യ കോംതെ അഭിപ്രായപ്പെടുന്നത്. അഗസ്ത്യ കോംതെ അവതരിപ്പിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ആശയമാണ് സോഷ്യൽ സ്റ്റാറ്റിക്സ് ആൻഡ് സോഷ്യൽ ഡൈനാമിക്സ് എന്നുള്ളത്. സാമൂഹിക നിശ്ചലശാസ്ത്രവും സാമൂഹിക ചലനശാസ്ത്രവും. സാമൂഹ്യശാസ്ത്രത്തെ കോംതെ സാമൂഹിക നിശ്ചലശാസ്ത്രമെന്നും സാമൂഹിക ചലനശാസ്ത്രമെന്നും രണ്ടായി തരംതിരിച്ചു. സമൂഹത്തിൻ്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് നിശ്ചലശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനം. ജീവശാസ്ത്രത്തിൽ ഓരോ ജൈവിക ഘടകങ്ങളുടെയും പഠനം നടത്തുവാൻ സാധിക്കും. അതിനുശേഷം ഈ ജൈവിക ഘടകങ്ങൾ കൂടിച്ചേർന്നുള്ള പ്രവർത്തന രീതിയും പഠിക്കാം. ഈ ഘടകങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ കൂടിച്ചേരുമ്പോഴാണ്
അതിനെ ഒരു ജീവി അഥവാ ഓർഗാനിസം എന്ന് നാം വിളിക്കുന്നത്. അതായത് ഈ ഘടകങ്ങൾ തമ്മിൽ ഒരു യോജിപ്പ് ഉണ്ട്. ഇത്തരമൊരു പൊതുതത്വം അഥവാ യോജിപ്പ് സമൂഹത്തിലും കാണാൻ കഴിയും. കുടുംബം, സ്വത്ത്, തൊഴിൽ വിഭജനം, ഭരണകൂടം, മതം, സദാചാരം എന്നിവയാണ് സമൂഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഈ ഘടകങ്ങൾ തമ്മിലുള്ള സഹവർത്തിത്വം മൂലമാണ് സമൂഹത്തിന് മൊത്തമായൊരു ഘടന നിലവിൽ വരികയും സാമൂഹിക ജീവിതം സാധ്യമാകുകയും ചെയ്യുന്നത്. കുടുംബമാണ് സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകം. ഒരു പുരുഷനും ഒരു സ്ത്രീയും സഹകരണാത്മകമായ ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴാണ് കുടുംബം ഉടലെടുക്കുന്നത്. ഒന്നിലധികം കുടുംബങ്ങൾ ഒരു പൊതു വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ യോജിക്കുമ്പോഴാണ് സമൂഹങ്ങൾ ഉണ്ടാകുന്നത്. ഭാഷ, മതം എന്നിവയും സാമൂഹികമായ യോജിപ്പ് ഉണ്ടാകുവാൻ പര്യാപ്തങ്ങളാണ്. ഇതിനെല്ലാം ഉപരിയായി സാമൂഹികമായ യോജിപ്പ് ഉണ്ടാക്കുവാൻ സാമാന്യ മര്യാദകളും നിയമങ്ങളും പാലിക്കേണ്ടതും ആവശ്യമാണ്. സമൂഹത്തിൻ്റെ ഘടനയെക്കുറിച്ചുള്ള അറിവ് ലഭിക്കുന്നതിന് വ്യക്തി, കുടുംബം, രാഷ്ട്രം, മതം, ധാർമ്മികത എന്നീ ഘടകങ്ങൾക്ക് സമൂഹത്തിലുള്ള സ്ഥാനം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. സാമൂഹിക പുരോഗതി വ്യക്തികളുടെ കൂട്ടായ പരിശ്രമങ്ങളുടെ ഫലമായാണ് ഉണ്ടാവുക എന്ന് കോംതെ അഭിപ്രായപ്പെടുന്നു. കുടുംബമാണ് സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകം. പരസ്പര വിശ്വാസവും സ്നേഹവും നിലനിൽക്കുന്ന കുടുംബങ്ങളുടെ കൂട്ടായ്മയിൽ നിന്നാണ് സമുദായം അഥവാ രാഷ്ട്രം ഉടലെടുക്കുന്നത്. സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകമായ കുടുംബങ്ങൾ തമ്മിൽ പരസ്പരം സഹവർത്തിത്വവും പരസ്പര ആശ്രിതത്വവും നിലനിന്നെങ്കിൽ മാത്രമേ കെട്ടുറപ്പുള്ള ഒരു രാഷ്ട്രം ഉണ്ടാവുകയുള്ളൂ. തൊഴിൽ വിഭജനം വ്യക്തികൾക്കിടയിലുള്ള സഹകരണത്തെ വർദ്ധിപ്പിക്കുന്നു. സമൂഹത്തിൽ രണ്ട് വിഭാഗങ്ങൾ ഉടലെടുക്കുന്നതിനും തൊഴിൽ വിഭജനവും സഹകരണവും കാരണമാകുന്നുണ്ട് എന്നും അഗസ്റ്റേ കോംതെ അഭിപ്രായപ്പെടുന്നു. വ്യക്തികൾ തമ്മിലുള്ള സഹകരണത്തെ നിലനിർത്തുന്നതിനായുള്ള മേൽനോട്ടം വഹിക്കുന്നവരാണ് ഒരു വിഭാഗം. ഈ വിഭാഗം സമൂഹത്തെ നിയന്ത്രിക്കുന്ന ഭരണാധികാരികളായി മാറുന്നു. ഈ നിയന്ത്രണ ശക്തിയെയാണ് കോംതെ ഭരണകൂടമെന്ന് വിളിക്കുന്നത്. മതവും ധാർമ്മികതയും സാമൂഹിക ഘടനയെ വളരെയേറെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. സാമൂഹിക നിയന്ത്രണത്തിന് ഇവ രണ്ടും ആവശ്യവുമാണ്. എന്നാൽ സാമ്പ്രദായികമായ മതത്തെയല്ല കോംതെ ഇവിടെ സൂചിപ്പിക്കുന്നത്. ദൈവവിശ്വാസത്തിലും ഉപരി മാനവിക മുഖമുള്ളതും പരസ്പര സഹകരണത്തെ പ്രോത്സാഹിപ്പിക്കുന്നതുമായ ഒരു ജീവിത രീതിയാണ്.